ഒരുപാട് വണ്ടികളിൽ നമ്മുടെ ഈ ഡോർ ലോക്ക് നോബ് ഇല്ലാതെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഈ ഡോർ ലോക്ക് നോബ് ഇല്ലെങ്കിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാട്ടോ ഞാൻ പറയാൻ പോണത്. ഇതിൻ്റെ വില വെറും ഒരു 10 രൂപ അങ്ങനെ എങ്ങാണ്ട് വില ഉള്ളൂ. ഈ സെൻട്രൽ ലോക്കുള്ള വണ്ടികൾക്ക് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു എമർജൻസിക്ക് ഇവിടെ നിന്ന് കൈയിട്ടൊന്ന് തുറക്കണമെങ്കിൽ ഇതിപ്പോൾ ഇത് ഇച്ചിരി ടോപ്പിൽ നിൽപ്പുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ചില വണ്ടികൾക്ക് ഇത് താഴെ ഇറങ്ങി നിൽക്കും. ഇപ്പോൾ സെൻട്രൽ ലോക്ക് ഉള്ള വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഇങ്ങനെ തുറക്കാൻ പറ്റും. പക്ഷേ ചില സമയങ്ങളിൽ സെൻട്രൽ ലോക്ക് വല്ല കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കൈ കൊണ്ട് ചിലപ്പോൾ പൊക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ സാധനം വാങ്ങിയിടുക. ഇത് വില ചെറുതാണ്, പക്ഷേ ഗുണം ഒരുപാട് വലുതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ ഡോർ തുറക്കാൻ പറ്റില്ല, അപ്പുറത്തെ ഡോറ് വഴി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരും. അപ്പുറത്തെ ഡോറ് വഴി ഇറങ്ങേണ്ട അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ചില സമയങ്ങളിൽ ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ ചിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്യേണ്ട അവസ്ഥ വരും. ചിലപ്പോൾ തൊട്ടടുത്ത് വേറൊരു വണ്ടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ഡോറിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല, ഈ ഡോറിൽ കൂടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ നോബ് ഇല്ലെങ്കിൽ നമുക്കത് വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ നമുക്കറിയാമല്ലോ വണ്ടികളിൽ എങ്ങനത്തെ അത്യാവശ്യങ്ങൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോർ ലോക്ക് നോബ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് കൈ കൊണ്ട് തന്നെ വെറുതെ പിരിച്ചിടാവുന്നേ ഉള്ളൂ. ഡോർ ലോക്ക് നോബ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ലോക്കിൽ കിടക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈ കൊണ്ട് പൊക്കിയിട്ട് തന്നെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഈ ഡോർ ലോക്ക് നോബിൻ്റെ കാര്യം തന്നെയല്ല, പല വണ്ടികളും നമ്മൾ കൂടുതലും പഴയ വണ്ടി ഉപയോഗിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ചില വണ്ടികളുടെ ബാക്കിൽ ഡോർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ഉള്ളിൽ നിന്നോ പുറത്തുനിന്നൊക്കെ തുറക്കാതെ കേസുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുത്. ഡോറൊക്കെ എമർജൻസിയാണ്, ഏതൊരു സമയത്ത് പെട്ടെന്ന് നമുക്ക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരും. ഡോറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും കേട്ടോ.